ഇന്ന് നമുക്ക് ഈ ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്യണ ടൈം ആയിട്ടുണ്ട്. സോ നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് നേരെ താഴത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം കുറച്ച് ഫ്രൂട്ട്സ് ആയിരുന്നു തന്നെ. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ. ഈ റെസ്റ്റോറൻറ്റിലെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇവിടുത്തെ വ്യൂ ആണ്. കട്ട് ഫ്രൂട്ട്സും ജ്യൂസും ആയിരുന്നു സ്റ്റാർട്ടറായിട്ട് അവർ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നത്. ഈ ജ്യൂസ് കുടിച്ച് മടുത്തോട്ട്. ഇവിടെ ഏത് ഹോട്ടലിൽ പോയാലും ഈ ജ്യൂസ് തന്നെ തരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് എൻ്റെ പപ്പായ ജ്യൂസാണ്. പിന്നെ ഉണ്ടായിരുന്നത് ഇടിയപ്പം, ചിക്കൻ കറി, കോക്കനട്ട് ചട്നി ആയിരുന്നു. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, അത്രയും ടേസ്റ്റ് ആയിരുന്നു. ചിക്കൻ കറിയൊക്കെ ശരിക്കും നമ്മുടെ ഫ്ലേവറിൽ ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ്. പിന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോംബോ ആണ് കോക്കനട്ട് ചട്നി വിത്ത് ഇടിയപ്പം. അതും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു കോഫിയും കൂടി കുടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാനുള്ള ടൈം ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 9:30 ആയപ്പോഴാണ് കേട്ടോ ഇന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് കുറച്ച് ലേറ്റായി, കാരണം ഇന്ന് റിലാക്സ് ചെയ്തിട്ട് പോവാം എന്ന് വിചാരിച്ചു. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. സോ നമ്മൾ പതുക്കെ റിലാക്സ് ചെയ്ത ഓരോ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് കംപ്ലീറ്റ്ലി ബുദ്ധ ടെമ്പിൾസ് കാണാൻ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത്രയും അധികം ബുദ്ധ സ്റ്റാച്യൂസ് വേറെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല. അത്രയധികം ബുദ്ധ സ്റ്റാച്യൂസ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഏത് സ്ഥലത്ത് പോയാലും അവിടെ ഒരു ബുദ്ധ സ്റ്റാച്യു അതെന്തായാലും ഉണ്ടാവും കേട്ടോ. ബുദ്ധനെ അവർ ശരിക്കും പറഞ്ഞാൽ ഒരു ഗോഡായിട്ടല്ല കേട്ടോ കാണുന്നത്. ബുദ്ധ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീസ്ഫുൾ, കാം, കൈൻഡ്നെസ്സിനൊക്കെ ഉള്ള ഒരു സിമ്പിളായിട്ടാണ് അവർ കാണുന്നത് കേട്ടോ. ഈ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് വിസിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ വളരെയധികം ഹാപ്പി ആയിരുന്നു കേട്ടോ.